ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കാണുവാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മഹിളാ കോൺഗ്രസ് നേതാവായ ഷാഹിദ കമാൽ സീറ്റ് വിഭജനത്തിൽ അസംതൃപ്തിയായിരുന്നു. ഷാഹിദ കമാലിനെ LDF പാളയത്തിലെത്തിച്ച് കൊല്ലത്തെ ന്യൂനപക്ഷ വോട്ടിലാണ് CPI. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കാണുവാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ഒക്കെ അന്ത്യകൂദാശ നടത്താൻ ഇറങ്ങിപ്പോയവളാണ്. അപ്പോൾ ആ അന്ത്യകൂദാശ നടത്താൻ പോയിട്ട് ഇപ്പോൾ ആരുടെ അന്ത്യകൂദാശയാണ് നടത്തിയത് എന്നുള്ളതൊക്കെ തിരിച്ചറിവുണ്ടായപ്പോൾ ഒരു തിരിച്ചു വരാനുള്ള ഒരു പണിയെടുക്കുന്നുണ്ട്. ഇമാതിരി പൊളിറ്റിക്കൽ മാലിന്യങ്ങളെ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരുത്തിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയായി ഈ പാർട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് പുതുജീവനേകാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരുത്തൻ, ആ ചെക്കനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിച്ചിട്ട് മതി ഇത്തരം പൊളിറ്റിക്കൽ മാലിന്യങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്ന് പാർട്ടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ ഈ 102 സീറ്റ് നൽകിയ ഈ ജനമുണ്ടല്ലോ, പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ, അവർ തന്നെ കാലേ വാരി ഭിത്തിയിലൊട്ടിക്കും. അത് മനസ്സിലാക്കുന്നത് നല്ലതാ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന KC വേണുഗോപാലിനൊപ്പമൊക്കെയുള്ള ചിത്രമൊക്കെ പങ്കുവെക്കുന്നുണ്ടായിന് ആര്, ഈ പറയുന്ന ഷാഹിദ കമാൽ, അങ്ങനെയല്ലേ പേര്. പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അന്ത്യം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. ഇപ്പോൾ ഇന്നലെ എന്താക്കിയിട്ടുണ്ട്, ഈ പറയുന്ന KC വേണുഗോപാൽ, പഴങ്കുളം മധു അവരോടൊപ്പമൊക്കെ വെച്ച് നിന്നിട്ട് ഒരു ചിത്രമൊക്കെ എടുത്തിട്ട് ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും കണ്ടു. മനസ്സിലായില്ലേ? അപ്പം ചിത്രം പങ്കുവെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ല. ഇനി എന്താണെങ്കിലും ആ ചിത്രത്തിന് ഒരു വലിയ കുറിപ്പൊന്നും നൽകിയിട്ടില്ല. ചിത്രം മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തോടൊപ്പം ഇളിച്ചോണ്ട് നിൽക്കുന്ന ചിത്രമാണ്. ഇളിച്ചാലും ശരി, ഇളിച്ചിട്ടില്ലെങ്കിലും ശരി, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പാലമിടലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ പാലം അവിടെ വെച്ച് പൊളിച്ചോളണം. പാർട്ടിയോടാണ് പറയുന്നത്, ആ പാലം അവിടെ വെച്ച് പൊളിച്ചോളണം. കാരണം ഇത്തരം പൊളിറ്റിക്കൽ മാലിന്യത്തെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന് അതിനെയൊക്കെ മാലയിട്ട് നയിക്കാൻ അല്ലെങ്കിൽ ആനയിക്കാനാണ് തീരുമാനമെങ്കിൽ പാർട്ടി പ്രവർത്തകർ തക്കതായ ശിക്ഷ നൽകും. മനസ്സിലായില്ലേ? ആദ്യം തിരിച്ചെത്തിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. കാരണം അത് പാർട്ടിക്ക് വേണ്ടി ഈ നിമിഷവും പാർട്ടിക്ക് വേണ്ടിയാണ്, ഓരോ ശ്വാസവും പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് പ്രതിരോധിച്ചവൻ, ഈ പാർട്ടിക്ക് വേണ്ടി ശരങ്ങൾ ഏറ്റുവാങ്ങിയവൻ, എന്തിന് ബലിയാടായത് പോലും പാർട്ടിക്ക് വേണ്ടിയാ. അല്ലെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയോ? പാർട്ടിയെ ലക്ഷ്യമിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് രാഹുൽ മാങ്കൂട്ടം എന്തോ ഒരു വലിയ അവരെ അങ്ങ് തീർത്ത് കളയണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നില്ല. അവനെ തീർക്കുന്നതോടൊപ്പം ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും തീർക്കണം. 2 തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടിട്ടാണ് പാർട്ടിക്ക് വേണ്ടി ചാവേറായവനാണ് രാഹുൽ മാങ്കൂട്ടം. മനസ്സിലാണോ? CPM എന്ന് പറയുന്ന ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, സഖാക്കള്, ക്രിമികീടങ്ങൾ, ആ ക്രിമികീടങ്ങൾ രാഹുലിനെ വേട്ടയാടിയത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ. ആ ലക്ഷ്യം എന്തായിരുന്നു? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി സഖാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത്? രാഹുലിനെ വേട്ടയാടിയിട്ട് ഒരു പെണ്ണ് കേസ് കൊണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ തിരിച്ചധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിടത്താണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി വേട്ടയാടൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും വിരാമം വന്നത്. അപ്പോൾ രാഹുലിനെ വേട്ടയാടിയത് രാഹുലിനെ തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നില്ല. രാഹുലിനെ വേട്ടയാടുമ്പോൾ ലക്ഷ്യമിട്ടത് അത് പാർട്ടിയെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാർട്ടിയെ ലക്ഷ്യമിട്ടു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ആദ്യത്തെ പരാതി പോകുന്നത്
പിണറായി വിജയൻ്റെ മുന്നിലേക്കാ. രണ്ടാമത്തെ പരാതി പോകുന്നത് എവിടുക്കാ? KPCC പ്രസിഡന്റിനാ. എന്തേ രണ്ടാമത്തെ പരാതി പിണറായി വിജയൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ അറിയാത്തവരാഞ്ഞിട്ടായിരുന്നോ? അല്ല, അവിടെ പാർട്ടി പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയെ ഒന്ന് മൂക്കിൽ വലിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം വേട്ട അത് ലക്ഷ്യമിട്ടത് പ്രധാനമായിട്ടും പാർട്ടിയെ ആയിരുന്നു. ആ വേട്ടയിലൂടെ 2016 നടത്തിയ അതേ സമാനമായ രീതി, ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിലൂടെ അധികാരത്തിലെത്താമെന്ന് കരുതിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ രീതി തന്നെയാണ് ഇവിടെയും അവലംബിച്ചത്. ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അതിലൂടെ അധികാരം നിലനിർത്താൻ സാധിക്കും. അധികാരം ലക്ഷ്യം വെച്ച്, തുടർഭരണം ലക്ഷ്യം വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടിയത്. കാരണം രാഹുൽ എന്ന് ഈ വേട്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പാർട്ടിയുടെ MLA ആയിരുന്നു. അപ്പോൾ അങ്ങനെ രാഹുലിനെ ലക്ഷ്യമിട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പാർട്ടിയെ ആയിരുന്നു ലക്ഷ്യമിട്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഷാഹിദ കമാലിനെ പോലെയുള്ള അപ്പക്കഷ്ണത്തിന് വേണ്ടി മറുകണ്ഠം ചാടി അവിടെ ചെന്ന് പാർട്ടിയുടെ അന്തകൂദാശ നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകളെയൊക്കെ ഈ പറയുന്ന രീതിയിൽ തിരിച്ചെത്തിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ അതിനു മുമ്പ് തിരിച്ചെത്തിക്കേണ്ട ആള് ഷാഹിദ കമാലിനൊന്നും ഒരിക്കലും തിരിച്ചെത്തിക്കുക പോലും ചെയ്യരുത്. കാരണം പാർട്ടിയുമായിട്ടും പാർട്ടിയുടെ പ്രവർത്തകരായിട്ടും ജനങ്ങളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതാ. മനസ്സിലാക്കണം. അപ്പോൾ തിരിച്ചെത്തിക്കരുത് എന്ന് മാത്രമല്ല, അതിനൊക്കെ മുമ്പ് ഏറ്റവും ഫസ്റ്റ് തിരിച്ചെത്തിക്കേണ്ട ഒരു വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടാ. കാരണം രാഹുൽ എവിടെയും അപ്പക്കഷ്ണം കണ്ടിട്ട് തുള്ളിച്ചാടി പോയവനല്ല. രാഹുല് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി പാർട്ടി വിട്ടവനല്ല. അയാൾ പാർട്ടിക്ക് വേണ്ടി ബലിയാടാക്കപ്പെട്ടവനാ. മനസ്സിലായില്ലേ? എന്നിട്ടും അയാളെ കേൾക്കാൻ പോലും തയ്യാറാവാതെ പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടും ഈ നിമിഷം വരെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ആ മനുഷ്യൻ ഇറങ്ങി നിന്നിട്ടില്ല. മാത്രമല്ല, പ്രതിസന്ധിയിലാക്കിയിട്ടില്ല എന്നല്ല, അയാൾ പാർട്ടിയെ പ്രതിരോധിക്കാനും പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്താനും അയാൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അയാളുടെ പോരാട്ടങ്ങളുടെ പിന്നിൽ, അയാളുടെ പോരാട്ടങ്ങളുടെ ശ്രമഫലമായിട്ട് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും എന്തുണ്ടായിട്ടുണ്ട്? പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കഷ്ണം അപകഷ്ണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഷാഹിദ കമാലിനെ പോലെ അധികാരമില്ല എന്ന് കണ്ടപ്പോൾ പാർട്ടി വിട്ട് എവിടെയും സ്ഥാനമില്ലെന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? കാരണം എന്താ? ഇവിടെ ഗവൺമെൻറ് മാറിയിരിക്കുന്നു, UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. എന്തെങ്കിലും ഒരു കസേര വേണം, നക്കാൻ വല്ലതും ഒപ്പിക്കണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന KC വേണുഗോപാലിനെ പോയി കണ്ടതും ചിരിച്ചതും ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കാര്യം, ജനങ്ങളുടെ വികാരവും പാർട്ടി പ്രവർത്തകരുടെ വികാരവും മാനിച്ചില്ലെങ്കിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. അധികാരം കിട്ടി എന്ന് കരുതിയിട്ട് വലിയ എന്താ പറയേണ്ടത്, ഇത്തരത്തിൽ പ്രവർത്തകരെയും പാർട്ടിയുടെ അനുഭാവികളെയും ഒക്കെ അങ്ങ് എന്താ പറയേണ്ടത്, പുച്ഛത്തോടെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോയി ഇത്തരം പൊളിറ്റിക്കൽ മാലിന്യങ്ങളെയൊക്കെ തിരിച്ചെത്തിക്കാം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, പാർട്ടി ഈ 102 സീറ്റുമായി അധികാരത്തിലെത്തിയത് ഈ പൊളിറ്റിക്കൽ മാലിന്യങ്ങൾ അപ്പുറത്ത് നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ട് അതിനുവേണ്ടി പാർട്ടിയെ തകർക്കാൻ, പാർട്ടിയുടെ അന്ത്യകൂദാശ നടത്താൻ. നീ ആലോചിക്കണം, ഷാഹിദ കമാലിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അതിനാ. പാർട്ടിയെയും മുന്നണിയുടെയും അന്ത്യകൂദാശ നടത്താൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ട്, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും 102 സീറ്റുമായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പൊളിറ്റിക്കൽ മാലിന്യങ്ങളൊന്നും പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ആവശ്യമില്ല, മുന്നണിക്കും ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്കുണ്ടാവുന്നത് നല്ലതാണ്.
മനസ്സിലാക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരക്കാർ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇപ്പുറത്ത് പണിയെടുത്തെടുത്തവൻ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, അവനെയാണ് ആദ്യം തിരിച്ചെത്തിക്കേണ്ടത് എന്നുള്ളതാണ് പാർട്ടി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് നടക്കണം, അതാണ് സംഭവിക്കേണ്ടത്. അല്ലാതെ ഇത്തരം പൊളിറ്റിക്കൽ വേസ്റ്റുകളെയല്ല പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കേണ്ടത്. ഇവരെയൊക്കെ പാർട്ടിയിലേക്ക് എത്തിച്ചാൽ വീണ്ടും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അകത്ത് നിന്ന് ഒരു പുഴുക്കുത്തുകൾ ഈ പറയുന്ന ഷാഹിദ കമാലിനെ പോലെയുള്ളവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതും പാർട്ടി ചുമക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം പുഴുക്കുത്തുകളെയല്ല തിരിച്ചെത്തിക്കേണ്ടത്. പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള മുന്നണി പോരാളികളെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പണിയെടുക്കുക. അതാണ് പാർട്ടി ചെയ്യേണ്ടത്, പ്രസ്ഥാനം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വലിയ വില പാർട്ടി തന്നെ നൽകേണ്ടി വരുമെന്നുള്ളത് ഓർക്കുന്നത് നല്ലതായിരിക്കും.